ഒറ്റവെക്കല്ലേ. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും കൂടി ഇന്നിവിടെ കൂടിയിരിക്കാനുള്ള കാരണം എന്താണ്? അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നിവിടെ ആശുപത്രി സന്ദർശിക്കാൻ വരുന്നുണ്ട്. അപ്പൊ എന്താ നമ്മൾ വേണ്ടത്? നമ്മളൊക്കെ വളരെ മാന്യമായി പെരുമാറണം. ഇന്ന് ഏറ്റവും മാന്യമായി പെരുമാറുന്ന, ഏറ്റവും ഡീസൻ്റായി പെരുമാറുന്ന ഒരു ഭ്രാന്തന് നമ്മളൊരു പ്രത്യേക സമ്മാനം കൊടുക്കുന്നതാണ്. ഡോക്ടറെ നമ്മുടെ അന്തപ്പം കിണറ്റി വീണ്. എങ്ങനെ അന്തപ്പം കിണറ്റി വീണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഈ നിൽക്കുന്ന വേണു നമ്മുടെ അന്തപ്പനെ രക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ച സമ്മാനം മറ്റാർക്കുമല്ല, ഈ നിൽക്കുന്ന വേണുവിന് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും കഴിട്ടെ. വേണു, നമ്മുടെ അന്തപ്പൻ എവിടെയെന്ന്? അന്തപ്പം കെറ്റിൽ വേണ്ടി ഫുള്ളായിട്ട് നനഞ്ഞു പോയില്ലേ, അതുകൊണ്ട് അന്തപ്പൻ ഉണങ്ങാൻ വേണ്ടി കഴുത്തിന് വേണ്ടി കയറും കുരിക്കും മരത്തിന് വേണ്ടി നമസ്കാരം. ഞാൻ നിങ്ങളെ കാണാൻ വന്ന മന്ത്രിയാണ്. എങ്ങനെ ഞാൻ നിങ്ങളെ കാണാൻ വന്ന മന്ത്രിയാണെന്ന്. 2 കൊല്ലം മുമ്പ് ഇത് പറഞ്ഞതിനാ എന്നെ ഇവര് പിടിച്ച് അകത്താക്കിയത്. കൂട്ടുകാരെ, ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു മാജിക് കാണിക്കാൻ പോവുകയാണ്. എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഓം ഗ്രീം കണ്ണടക്കട എല്ലാരും. ഓം ഗ്രീം ഗ്രീം ബ്രാം ഗ്രീം ബ്രൂം. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇതാണ് എന്റെ മാജിക്. ഇനി വേറൊരു മാജിക്. എന്റെ കയ്യിൽ ഒരു സാധനം ഒളിച്ചിരിപ്പുണ്ട്. എന്താണെന്ന് പറയാമോ? ബലൂൺ. അല്ല. എന്താ? അല്ല. ഞാൻ പറയാം. പറയട്ടെ. ഞാനില്ല. ഇവൻ ഒളിഞ്ഞു നോക്കി. നമസ്കാരം. എന്താ പരിപാടി? കത്തെഴുതലാണ്. ആർക്ക്? എനിക്ക് തന്നെ. എന്താ മാറ്ററോ? അതെങ്ങനെ എനിക്കറിയാം? നാളെ കത്ത് കിട്ടിയിട്ടാകുമ്പല്ലേ മാറ്റർ പറയാൻ പറ്റൂ. എടാ, നീ എന്തിനാ കൈയടിക്കണേ? ആന വരാതിരിക്കാൻ. അതിനിവിടെ ആന വന്നില്ലല്ലോ. ഞാൻ കൈയടിക്കുന്ന കൊണ്ടാ ആന വരാത്തത്.
അതെ, ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നതാണ് ഞാൻ. ഇയാൾ ഈ ചുമരും നോക്കി നിൽക്കുക. ഒന്ന് ചോദിച്ചു നോക്കാല്ലേ? നമുക്ക് ചോദിച്ചു നോക്കാം. അതെ, ഞാനിവിടെ വന്നപ്പോ തൊട്ട് നിങ്ങളെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ചുമരും നോക്കി ഇങ്ങനെ നിൽക്കുക. നമ്മളെ നോക്കിയിട്ടൊന്നും കാണുന്നു. അല്ല, എന്താ സംഭവം? നിങ്ങളിപ്പോ വന്നേ? ഞാൻ വന്നിട്ടൊരു 1 മണിക്കൂർ. 1 മണിക്കൂർ കഴിഞ്ഞ് 2 കൊല്ലം ഞാനിവിടെ നോക്കി തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ ഒന്നും കണ്ടില്ല. പിന്നെ 1 മണിക്കൂർ മുമ്പേ വന്ന് നിങ്ങൾ നോക്കിയിട്ട് കാണാൻ ഓരേ. അതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വിഷമിക്കട്ടെ, എല്ലാം പറഞ്ഞാലും ഓക്കെ. ഒരു പ്രശ്നമില്ല. സാർ ഒരു അപേക്ഷയുണ്ട് സാർ. അപേക്ഷയോ? എന്തപേക്ഷ? എനിക്ക് ഭ്രാന്തിന്റെ ഇവിടെ കൊണ്ടുവന്നാണ് സാർ. എല്ലാം മാറി സാർ. 5-6 മാസമായി. ഇതുവരെ എന്റെ അടുത്ത് വിട്ടയച്ചില്ല സാർ. ഒന്നെന്നെ രക്ഷിക്കണം. എന്താ ഡോക്ടർ, പിന്നെ എന്താ ഇത്? തനിക്ക് എന്താ എക്സ്ക്യൂസ് പറയാനുള്ളത്? തനിക്കൊക്കെ എന്താ ശമ്പളം തരണേ? വേണ്ട, നോ എക്സ്ക്യൂസ്. വേണ്ട. ഒന്ന് എന്നെ രക്ഷിക്കണം. ഒന്നും പേടിക്കണ്ട, ഞാൻ തിരുവനന്തപുരത്ത് പോവാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ കാര്യം, അത് കഴിഞ്ഞാൽ മറ്റു കാര്യമുള്ളൂ. അപ്പൊ സന്തോഷമല്ലേ? മറക്കരുത്, അത് മതി. വേണ്ട പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. അയ്യോ എന്റെ അമ്മോ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. തിരുവനന്തപുരത്ത് എത്തിയ ഉടനെ എന്നെ റിലീസാക്കാനുള്ള ഓർഡർ ആക്കണം. അവനോട്ട് ചെയ്യാൻ ക്യൂവിൽ നിൽക്കും ജനത്തിനല്ലേ ഭ്രാന്ത്. ചേറിനായി തല്ലുകൂടും പാർട്ടിക്കാർക്ക് ഭ്രാന്ത്. ഇയാൾക്ക് നല്ല വിവരമുണ്ടല്ലേ. ജാതി ചൊല്ലി നാട്ടിൽ കൂട്ടക്കുരുതിയാണടാ. അത് ചെയ്തു കൂട്ടും ആളുകൾക്ക് മൂത്ത ഭ്രാന്തടാ. പണത്തിനുള്ള ആർത്തിയാൽ ചിലർക്ക് ഭ്രാന്തടാ. കള്ളുതുള്ളി മോന്തിയാൽ പലർക്കും ഭ്രാന്തടാ. നാട് മൊത്തം നോക്കിയാല് ഓരോ ജാതി ഭ്രാന്തന്മാര്. പണ്ടൊരു മഹാൻ ചൊന്ന പോലെ കേരളമോ തനി ഭ്രാന്താലയം. ചങ്ങലക്കിടല്ലേ പൊന്നെ, എന്നെ സെല്ലിലിട്ടടക്കിടല്ലേ. ചങ്ങലക്കിടല്ലേ പൊന്നെ, എന്നെ സെല്ലിലിട്ടടക്കിടല്ലേ. ഭ്രാന്തനല്ല ഞാൻ, പട്ടനല്ല ഞാൻ. തലയ്ക്ക് നല്ല ബോധമുള്ള മനുഷ്യനാണ് ഞാൻ. മരുന്ന് വേണ്ടടോ, ഈ ഗുളിക വേണ്ടടോ. വെറുതെ ഇരുന്ന് എന്റെ തലയ്ക്ക് ഷോക്ക് തരല്ലടോ. മരുന്ന് വേണ്ടടോ, ഈ ഗുളിക വേണ്ടടോ. വെറുതെ ഇരുന്ന് എന്റെ തലയ്ക്ക് ഷോക്ക് തരല്ലടോ. മരുന്ന് വേണ്ടടോ, ഈ ഗുളിക വേണ്ടടോ. വെറുതെ ഇരുന്ന് എന്റെ തലയ്ക്ക് ഷോക്ക് തരല്ലടോ. ഓക്കെ, ഗുഡ് നൈറ്റ്.